നിർമ്മാതാവ് PS ഷംനാസും തമ്മിലുള്ള തർക്കത്തിൽ സമവായ ചർച്ചയ്ക്കില്ലെന്ന് നടൻ നിവിൻ പോളി. വഞ്ചനാക്കുറ്റം ചുമത്തിയ കേസിലെ സമവായ ചർച്ച നിയമവിരുദ്ധമെന്ന വാദം നടൻ ഹൈക്കോടതി അറിയിക്കും. സമവായ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഗോപിക അരവിന്ദ് വിശദാംശങ്ങൾ നൽകും. ഗോപിക, നിർമ്മാതാവുമായുള്ള തർക്കത്തിൽ ഒരു സമവായത്തിനില്ല എന്ന നിലപാട് എടുക്കുകയാണ് നിവിൻ പോളി. എന്താണ് അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് എത്താൻ കാരണം? സേഫു, ഈ ആക്ഷൻ ഹീറോ ബിജു രണ്ടാം സിനിമയുടെ ടൈറ്റിലുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നത്. അതായത് നിർമ്മാതാവ് PS ഷംനാസും അതുപോലെ തന്നെ നിവിൻ പോളിയും നിവിൻ പോളിയുടെ വ്യാജ ഒപ്പ് വാങ്ങി പകർപ്പവകാശം വാങ്ങി എന്നതിലായിരുന്നു കേസ്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിവിൻ പോളി പരാതി നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ നടൻ നിവിൻ പോളിയും അതുപോലെ തന്നെ ഈ ഷംനാസുമായിട്ടുള്ള തർക്കം അതിൽ ഒരു സമവായ ചർച്ച നടത്തിക്കൊണ്ട് അത് ഇടപെട്ട് സോൾവ് ചെയ്യണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന് പ്രകാരം ഒരു മധ്യസ്ഥ ചർച്ച ഈ മാസം 20-ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സമവായ ചർച്ചയ്ക്ക് താല്പര്യമില്ലെന്നാണ് ഇപ്പോൾ നടൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതായത് ഇതൊരു വഞ്ചനാ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന കേസാണ്. അത്തരത്തിലുള്ളൊരു കേസിൽ ഒരിക്കലും സമവായ ചർച്ച ആവശ്യമില്ലെന്നും അതിന് തനിക്ക് താല്പര്യമില്ലെന്നുമാണ് ഇപ്പോൾ നടൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ ആക്ഷൻ ഹീറോ ബിജു സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരുന്നത്. വ്യാജ ഒപ്പിട്ട് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ സ്വന്തമാക്കി എന്നായിരുന്നു നിവിൻ പോളി പരാതി നൽകിയിരുന്നത്. എന്നാൽ ഈ പരാതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഷംനാസിന്റെ ഒരു പരാതിയും കലയോലപ്പറമ്പ് പോലീസിൽ മുൻപ് വഞ്ചനാ കുറ്റവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളിക്കെതിരെ തിരിച്ചും ഷംനാസ് നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ഈ പാലാരിവട്ടം പോലീസ് നിവിൻ പോളി കേസ് എടുത്തതിന് പിന്നാലെ തന്നെ ഇതിൽ കർശനമായ നടപടിയൊന്നും വേണ്ടെന്നും ഷംനാസിനെതിരെ കടുത്തൊരു നടപടിയിലേക്ക് കടക്കണ്ടെന്നും പാലാരിവട്ടം പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സമവായ ചർച്ച ഹൈക്കോടതി നിർദ്ദേശിച്ചത്. എന്തായാലും അതിനിപ്പോൾ നടൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. സേഫു.